മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ചവറ തെക്കുംഭാഗം പനക്കത്തോടിൽ ഭഗവതി ക്ഷേത്രം. 1000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്ന ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. നാനാജാതി മതസ്ഥർ ഒരുമിച്ചാണ് നാടിന്റെ മഹോത്സവം ആഘോഷിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താലപ്പൊലി മഹോത്സവം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തെക്കും ഭാഗത്തുകാർ ഈ സമയത്ത് നാട്ടിലെത്താറുണ്ട്. 20 കിലോമീറ്ററോളം വിസ്തൃതിയിലാണ് താലപ്പൊലി ഘോഷയാത്ര നടക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഈ താലപ്പൊലി കടന്നുപോകുന്ന പല ഭാഗങ്ങളിലും സൗജന്യ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇഡലി, ഇടിയപ്പം, കപ്പ പുഴുങ്ങിയത്, ഓട്സ് പായസം, അരിപ്പായസം, സ്നാക്സുകൾ മുതലായവ നൽകാറുണ്ട്. പ്രദേശത്തെ ക്ലബ്ബുകൾക്ക് ഇതിൽ പ്രധാന പങ്കുണ്ട്. ഈ പ്രദേശത്തെ ദീപാലങ്കാരം ഒന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ഗ്രാമം മുഴുവൻ ഉത്സവപ്പറമ്പായി മാറുന്ന അപൂർവ ഉത്സവമാണ് കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം പനക്കത്തോടിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. മേടമാസത്തിലെ ഭരണിനാളിൽ ദേവി നാട് കാണാൻ ഇറങ്ങുന്നു എന്ന് സങ്കല്പിച്ചുള്ള ഈ ഉത്സവം ക്ഷേത്രം നിൽക്കുന്ന കരയിലെ ഒരു പെൺകുഞ്ഞിനെ ദേവിയായി സങ്കല്പിച്ച് ദേവി നാട് കാണാൻ ഇറങ്ങുന്നതാണ് ഈ ഉത്സവം. നാട് കാണാൻ ഇറങ്ങുന്ന ദേവിയെ നിറപറയും നിലവിളക്കും കൊണ്ട് നാട്ടുകാർ എതിരേൽക്കും. എല്ലാ വഴികളും വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് പ്രഭാപൂരിതമാകും. പോകുന്ന വഴിക്ക് ദേവിക്ക് അകമ്പടിയായി 10,000-കണക്കിന് ബാലികമാർ താലപ്പൊലിയുമേന്തി കൂടെ സഞ്ചരിക്കും. പാണ സമുദായത്തിൽപ്പെട്ടവർ ദേവിക്ക് വഴികാട്ടും. തുടർന്ന് വിവിധ മേളക്കാർ. പോകുന്ന വഴിക്കെല്ലാം ഭക്തജനങ്ങൾക്ക് വൈവിധ്യമാർന്ന ഭക്ഷണം സൗജന്യമായി ഭക്തജനങ്ങൾ നൽകും. ഈ നാട്ടിൽപ്പെട്ട എല്ലാ ആളുകളും ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ ദിവസം ഈ ഗ്രാമത്തിൽ എത്തും. അതുപോലെ തന്നെ പരിസരത്തുള്ള ഗ്രാമങ്ങളിലുള്ളവരും. വൈകുന്നേരം 3 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന താലപ്പൊലി ഏതാണ്ട് 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് നേരം വെളുക്കുമ്പോൾ തിരിച്ച് അമ്പലത്തിലെത്തുമ്പോഴാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. ഇതൊരു മഹനീയമായ, വളരെ വ്യത്യസ്തമായ ഒരു ഉത്സവമാണ്. ഒരു പെൺകുഞ്ഞിനെ ദേവിയായി സങ്കല്പിച്ച് നാട് കാണാൻ ഇറങ്ങുന്ന ഉത്സവം കേരളത്തിൽ മറ്റെങ്ങും ഇല്ല.